ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഒരു ആൾട്ടർനേറ്റർ പ്ലാന്റ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അതേപോലെ ഞാൻ ഇത് വെക്കാനായിട്ട് പെയിൻറ് ടിന് യൂസ് ചെയ്തു. അതിലൊരു ചിത്രമൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റ് ഞാൻ നല്ല തിക്കായിട്ടാണ് വളർത്തിയെടുത്തത്. ഇതിങ്ങനെ ഈ രീതിയിൽ നട്ടു വളർത്താൻ വേണ്ടി ഞാൻ വളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഒരു ചിലവും ഇല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആകെയുള്ളൊരു ചിലവ് ഈ ഒരു ചിത്രം ഇങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ഫാബ്രിക് പെയിൻറ്റ് വേണം. നമുക്ക് ഇഷ്ടമുള്ള 3 കളേഴ്സ് എടുക്കാം. ആ ഒരു ചിലവ് മാത്രമേ നമുക്ക് ഇതിന് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്തിട്ട് നമുക്ക് സിറ്റൗട്ടിൽ വെക്കാം, ഗാർഡനിൽ വെക്കാം, വീടിൻ്റെ അകത്ത് വെക്കാം, എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു പ്ലാന്റ് നമ്മൾ വെയിലത്ത് വെച്ചാലും തണലത്ത് വെച്ചാലും നന്നായിട്ട് വളരും. രാവിലെയും വൈകിട്ടും മാത്രം വെള്ളം നനച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളമൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. മറ്റു വളങ്ങളൊന്നും ഇതിനാവശ്യമില്ല. മണ്ണ് മാത്രം മതി. നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഇതിൽ വേര് വന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ അതാ കണ്ടില്ല, നല്ല തിക്കായിട്ട് വേര് വന്നിട്ടുണ്ട്. നിറയെ വേരുണ്ട്. പലർക്കും ഒരു സംശയമാണ് ഇങ്ങനെ നട്ടാൽ വേര് വരുമോ എന്നൊക്കെ. ഇപ്പോൾ ആ സംശയം മാറിയല്ലോ. ഒരു പഴയ പെയിൻറ് ടിന്നെടുത്തിട്ട് അതിൽ ഞാൻ ഫാബ്രിക് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഒരു ചിത്രമൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഴയ പെയിൻറ് ടിന്നാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇതിലേക്ക് നമ്മളിപ്പോൾ ആ എടുത്തു വെച്ചിട്ടുള്ള നട്ടു വളർത്തിയ പ്ലാന്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല സെറ്റായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പം ഞാൻ ഈ പ്ലാന്റ് നടാനായിട്ട് നല്ല കറുത്ത മണ്ണ് ഇടഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാത്ത മണ്ണാണ്. അതൊന്ന് കിഴി കെട്ടിയെടുക്കണം. ഇതേപോലെ ഞാൻ പല വീഡിയോസിലും കിഴി കെട്ടുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ കിഴി കെട്ടിയിട്ട് നമ്മൾ പെയിൻറ് ടിന്നിൽ ചിത്രമൊക്കെ വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു കിഴി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് പ്ലാന്റ് നട്ടു കൊടുക്കണം. പ്ലാന്റ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കിഴിയിൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഈ പ്ലാന്റിൻ്റെ ആ ഒരു തണ്ട് ഭാഗം നട്ടു കൊടുക്കാം. ഇപ്പോൾ നട്ടു കൊടുത്തിട്ടുണ്ട്. നല്ല ഫുള്ള് ഫില്ല് ചെയ്ത് നടണം. ഇപ്പോൾ ഇതാ ഒരു 15 ദിവസത്തിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല തിക്കായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾക്ക് നമ്മുടെ ഗാർഡനിൽ ചെയ്ത് വെക്കാം, സിറ്റൗട്ടിൽ ചെയ്ത് വെക്കാം. ഇത് നടാൻ വേണ്ടിയുള്ള കിഴിയിൽ ഞാൻ വളമൊന്നും യൂസ് ചെയ്തിട്ടില്ല. വെറും മണ്ണ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതേ പ്ലാന്റ് തന്നെ പൈപ്പിൽ എങ്ങനെയാണ് സെറ്റാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അതോടൊപ്പം പലർക്കും ഒരു സംശയമുണ്ട്, ഈ ഒരു പ്ലാന്റ് വളർന്നു വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്. ഏതൊരു പ്ലാന്റ് ആണെങ്കിലും വളർന്നു വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പ്ലാന്റ് നന്നായിട്ട് വളർന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ അതൊരു ബോൾ പോലെ നല്ലൊരു ഷേപ്പായിട്ട് നിൽക്കും. കണ്ടില്ല, ഇപ്പോൾ വേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പ്ലാന്റിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട. അത് കട്ട് ചെയ്തിട്ട് ചെറിയ ചിരട്ടയിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ട്സിലോ ഒക്കെ നട്ട് വെക്കാൻ പറ്റും. അപ്പോഴും നമുക്കത് യൂസ്ഫുൾ ആകും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.